ഫാഷിസം വട്ടമിട്ട് പറക്കുമ്പോഴാണോ സുന്നിയും മുജാഹിദും തമ്മിലുള്ള തർക്കം എന്ന് ചോദിക്കുന്ന നിഷ്കളങ്കരായിരിക്കുന്ന ചില സഹോദരങ്ങളുണ്ട്. അവർ കേൾക്കണം, ചുഴലി അബ്ദുള്ള മൗലവി എന്ന മുജാഹിദ് വിഭാഗത്തിൻ്റെ മുതിർന്ന നേതാവും പ്രഭാഷകനും പണ്ഡിതനുമായ അദ്ദേഹത്തിൻ്റെ പ്രസംഗം ആദ്യമൊന്ന് നിങ്ങൾ കേൾക്കൂ. ഗാഫറാക്കുന്നത് മുസ്ലിമിയാണ്, മുശ്രിക്കാക്കുന്നത്, നിസ്കരിക്കുന്ന ആളല്ലേ നോമ്പ് ഇല്ല. വല്ലാഹി ഇവർ മുസ്ലിം അല്ല. അവർ നിസ്കരിക്കും. ഇതാ സല്ല വസാമ വസക്ക, നിസ്കരിച്ചാലും ശരി, നോമ്പോറ്റാലും ശരി, സക്കാത്ത് കൊടുത്താലും ശരി, ബക്കത്ത് പോയിട്ട് ഹജ്ജ് ചെയ്താലും ശരി, ഇവർ ഷഹാദത്ത് ബാത്തിലാക്കിയവരാണ്. ഇവരെ മുസ്ലിമായിട്ട് പരിഗണിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മഹല്ല് പള്ളികളിൽ കയറി അവിടുത്തെ ഇമാമിനെ തുറന്ന് നിസ്കരിക്കാൻ പറ്റുകയില്ല, തീർച്ചയായിട്ടും പറ്റുകയില്ല. അവർ ശിയാക്കളാണ്. കുത്തുബത്ത് കഴിക്കുന്ന പള്ളി വല്ലാഹി അമ്പലമാണ്, അതിന് പള്ളി എന്ന് പറയില്ല. അമ്പലത്തിൽ കയറിയിട്ട് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന പള്ളി കയറിയിട്ട് നിസ്കരിക്കുന്നത്. അമ്പലത്തിലെ സാമിനെ തുറന്ന് നിസ്കരിക്കുന്നതിന് തുല്യമാണ് കുത്തുബത്ത് കഴിക്കുന്ന ഉസ്താദിനെ തുറന്ന് നിസ്കരിക്കല്. ആ നിസ്കാരം സഹിയാകുകയില്ല തീർച്ച. കാരണം ഇന്നമൽ മുശ്രിക്കൂന നജസ്സുൻ. കേട്ടല്ലോ, ഇതാണ് സാക്ഷാൽ ഒരു മുജാഹിദിൻ്റെ നിലപാട്. ഇത് ഇദ്ദേഹം മാത്രമല്ല, മുജാഹിദ് ബാലുശ്ശേരി അടക്കമുള്ള ആളുകൾ ഇതേ ആശയം തന്നെ പ്രസംഗിച്ചത് നമ്മൾക്കെല്ലാവർക്കും അറിയുന്നതാണ്. ഇത് ഇന്ന് ഒരു സുപ്രഭാതത്തിൽ പൊട്ടിമുളച്ചതുമല്ല. ഇത് വഹാബികൾ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആവിർഭാവ കാലഘട്ടത്തിൽ തന്നെ അവരുടെ നിലപാടും അതായിരുന്നു. സാക്ഷാൽ മുജാഹിദുകളുടെ നേതാവ് ഉമർ മൗലവി, അദ്ദേഹം 1999 ഫെബ്രുവരി മാസത്തിൽ പുറത്തിറങ്ങിയ സൽസബീൽ മാസികയിൽ അദ്ദേഹം പച്ചയായി എഴുതുകയുണ്ടായി, സുന്നികൾക്കെതിരെയുള്ള എൻ്റെ തൂലികാ സമരം ഒഴിവാക്കാൻ വിചാരിക്കുന്നില്ല. എൻ്റെ ഖബറിലേക്കുള്ള ദൂരം കുറഞ്ഞു വരുന്നു. അതുകൊണ്ട് കഴിയുന്നിടത്തോളം നോക്കുക തന്നെ. സുന്നികൾ അപകടകാരികളാണ്. സുന്നികൾ അപകടകാരികളാണ്. സുന്നികളുടെ കാര്യം മഹാപോക്ക് തന്നെ. നരകത്തിൻ്റെ നടുവിലേക്ക് ഷഹാദത്ത് കലിമയുടെ അർത്ഥം ശരിക്ക് മനസ്സിലാക്കി ചൊല്ലി ഇസ്ലാമിലേക്ക് കടന്നു വരുവീൻ. സുന്നികളെ അസ്ലിമു തസ്ലമു, അഥവാ മുസ്ലിമാകുവീൻ, എന്നാൽ രക്ഷപ്പെടാം എന്ന് എഴുതുന്നത് സാക്ഷാൽ ഉമർ മൗലവിയാണ്. അത് പൊതുജനങ്ങളോടാണെന്ന് വെക്കാം. എന്നാൽ മഹാനായിരിക്കുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൻ്റെ ധീരനായിരിക്കുന്ന നേതൃത്വം നയിച്ച ഒരുപാട് വാദപ്രതിവാദ വേദികളിലും അഹ്ലുസുന്നയുടെ നിറസാന്നിധ്യമായിരുന്ന മഹാനായിരിക്കുന്ന ശംസുൽ ഉലമയുടെ സഹോദരൻ EK അസം മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദഹുമ, മഹാനവർകൾ വഫാത്തിൻ്റെ രോഗശയ്യയിൽ കിടക്കുന്ന സമയം മഹാനവറുകൾക്ക് ഉമർ മൗലവി ഒരു കത്തെഴുതിയുണ്ടായിരുന്നു. ആ കത്താണ് നിങ്ങളിപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ആ കത്തിൽ അദ്ദേഹം എഴുതുകയാണ്, EK അസം മുസ്ലിയാരെ, അസ്ലിം തസ്ലം, നിങ്ങൾ മുസ്ലിമായാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം. നിങ്ങൾ മുസ്ലിമാകുവീൻ, എന്നാൽ നിങ്ങൾ രക്ഷപ്പെടും. വഇല്ല ഫഇന്ന അലൈക ഇസ്മു അത്ബാഇക, അതല്ലാത്ത പക്ഷം നിങ്ങൾ ആര് പിൻപറ്റിയാലും അവരെ വഴികേടിലാക്കിയതിൻ്റെ കുറ്റക്കാരൻ നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് കലിമത്തു ഷഹാദ ചൊല്ലിയിട്ട് മുസ്ലിമായിക്കോളൂ, എന്നാൽ രക്ഷപ്പെടാം എന്ന് മഹാനായ EK അസം മുസ്ലിയാർക്ക് കത്തെഴുതിയ പാരമ്പര്യമാണ് ഉമർ മൗലവിയുടെ പാരമ്പര്യം. ആ ഉമർ മൗലവിയെയാണ് ഇന്ന് ചിലരൊക്കെയും വെളുപ്പിക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് അഹ്ലുസുന്നയുടെ സുന്നത്ത് ജമാഅത്തിനെയും മഹത്തുക്കളായിരിക്കുന്ന സലഫു സ്വാലിഹീങ്ങളെയും നെഞ്ചിലേറ്റുന്നവർ ഒന്ന് ചിന്തിക്കുക, ആരാണ് ഉമർ മൗലവി? എത്രയും വിഷമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരുന്നത്, അതേ വിഷമാണ് ഇന്ന് ചുഴലി അബ്ദുള്ള മൗലവിയും ചീറ്റിയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ഇത് ഇവിടെയും നിൽക്കുന്നില്ല. ഇവർക്കൊക്കെ നേതാവായി വന്നിട്ടുള്ള സാക്ഷാൽ ഇബ്നു അബ്ദുൽ വഹാബ്, ആ വഹാബിയിലേക്ക് ചേർത്തിയിട്ടാണല്ലോ വഹാബികൾ എന്ന് പറയപ്പെടുന്നത്. ആ ഇബ്നു അബ്ദുൽ വഹാബ് ഇതുപോലെയുള്ള പ്രവണത അധികരിച്ചപ്പോഴാണ് തൻ്റെ പ്രിയപ്പെട്ട ഗുരുവര്യർ
തൻ്റെ ശിഷ്യനിക്ക് കത്തെഴുതി, ഓ ഇബ്നു അബ്ദുൽ വഹാബെ, യബ്ന അബ്ദുൽ വഹാബ്, സലാമുൻ അലാ മൻ ഇത്തബഅൽ ഹുദാ എന്ന് പറഞ്ഞിട്ട് ദീർഘമായ ഒരു കത്തെഴുതി അദ്ദേഹം തൻ്റെ ശിഷ്യനിക്ക്. ആ കത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, വലാ സബീല ലക ഇലാ തക്ഫീരി സവാദിൽ ആളം മിനൽ മുസ്ലിമീന, മുസ്ലിമീങ്ങളിൽ നിന്നുള്ള ഒരു ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളെ കാഫിറാക്കാൻ നിനക്ക് യാതൊരു അർഹതയുമില്ല. വ അൻത ഷാദുൻ അനി സവാദിൽ ആളം, വലിയ ഒരു സംഘത്തിനെ തൊട്ട് നീ ഒറ്റപ്പെട്ട് കഴിയുന്നവനാണ്. അതുകൊണ്ട് ഫനിസ്ബത്തുൽ കുഫ്രി ഇലാ മൻ ഷദ്ദ അനി സവാദിൽ ആളമി, അതുകൊണ്ട് കുഫ്രിയത്തിനെ ചേർക്കുന്നത് ഒറ്റപ്പെട്ടവനിലേക്ക് ചേർക്കലാണ് ഏറ്റവും കടപ്പെട്ടത്. അതുകൊണ്ട് നീ അവരെ കാഫിറാക്കാനും മുശ്രിക്കാക്കാനും പോകരുത് എന്ന് ഒരു ഉസ്താദ് തൻ്റെ ശിഷ്യനിക്ക് എഴുതിയെന്ന് മഹത്തുക്കളായ അയിമ്മത്തുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിൻ്റെ ഭൂരിപക്ഷമായ സുന്നികളെ കാഫിറാക്കുന്നത് ചുയലി അബ്ദുള്ള മൗലവിയിൽ ഒതുങ്ങുന്നതല്ല, സാക്ഷാൽ ഉമർ മൗലവിയിൽ ഒതുങ്ങുന്നതല്ല. അത് ഇബ്നു അബ്ദുൽ വഹാബോളം പഴക്കമുണ്ട്. അതിനിക്ക് സത്യം മനസ്സിലാക്കുക, വഹാബികളെ അകറ്റി നിർത്തുക. അവർ ഈ കാലഘട്ടത്തിൻ്റെ ജൂതന്മാരുടെ ഏജൻറ്റുമാരാണ് എന്ന് അവർ തന്നെ പരിചയപ്പെടുത്തിയത് നാം ഓർക്കുക. ചുരുക്കി പറഞ്ഞാൽ സുന്നികളും മുജാഹിദുകളും എല്ലാവരും ഐക്യപ്പെട്ടുകൊണ്ടൊരു വിശാലമായ ഐക്യം വേണം എന്ന് പറയുന്ന ചില ആളുകളുണ്ട്. അത്തരം ആളുകളോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്, മഹാനായ ഷംസുൽ ഉലമയെ ഈ വിശാല ഐക്യവുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമീപിച്ചിരുന്ന കാലം, അന്ന് ഷംസുൽ ഉലമ നൽകിയ ഒരു മറുപടിയുണ്ട്. സുന്നികൾ മുശ്രിക്കുകളാണ് എന്ന് വാദിക്കുകയും പറയുകയും ചെയ്യുന്ന വഹാബികളുമായി എന്ത് മുസ്ലിം ഐക്യമാണ്? അതുകൊണ്ട് ആദ്യം സുന്നികൾ മുസ്ലിംകളാണ് എന്ന് അവർ സമ്മതിച്ച് സമൂഹത്തോട് പരസ്യമായി പറയട്ടെ, എന്നിട്ടാവാം സുന്നികളും മുജാഹിദുകളും മുസ്ലിം ഐക്യം സ്ഥാപിക്കുന്നത് എന്ന് മഹാനായ ഷംസുൽ ഉലമ പറഞ്ഞ മറുപടിയാണ് അത്തരക്കാരോട് ഓർമ്മപ്പെടുത്താനുള്ളത്. മുജാഹിദുകളോട്, ഈ കാലഘട്ടത്തിലുള്ള മുജാഹിദിൻ്റെ മറ്റു നേതാക്കന്മാരോട് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്, ഇദ്ദേഹം നടത്തിയ സ്റ്റേറ്റ്മെൻറ്റിനോട് മുജാഹിദിൻ്റെ നേതാക്കൾ ഇപ്പോഴും യോജിക്കുന്നുണ്ടോ ഇല്ലയോ? ഉണ്ടെങ്കിൽ അത് നിങ്ങൾ തുറന്നു പറയണം. ഇല്ല എങ്കിൽ അദ്ദേഹത്തിനെ പരസ്യമായി തള്ളിപ്പറയാൻ മുജാഹിദ് രംഗത്ത് വരണം. അല്ലാത്ത പക്ഷം ഒരു വിശാലമായ ഐക്യം എന്ന് പറഞ്ഞ് സുന്നി മുജാഹിദ് ഐക്യത്തിന് വേണ്ടി ആരും ഇങ്ങോട്ട് വരരുത് എന്നാണ് ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്താനുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് ചെയ്യട്ടെ. ഇൻഷാ അല്ലാഹ് വേണമെങ്കിൽ വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.